Assalamualaikum, welcome to my diary. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹൗ ടു മേക്ക് എ ബ്ലൈൻഡ് ബാഗ് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലൈൻഡ് ബാഗിനുള്ള കവർ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബോബ തീമിലാണ്. ഫസ്റ്റ് തന്നെ എടുത്ത് പറയാം, എൻ്റെ സൗണ്ട് തീരെ ശരിയില്ല. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന്. അപ്പം ഫീവറൊക്കെ ആയതുകൊണ്ട് എപ്പം ഞാൻ ലോങ് വീഡിയോ ഇടുന്നു ആ സമയത്തൊക്കെ എൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നറിയില്ല മാറും. അപ്പം അതുകൊണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ ബോബ തീമിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ബ്രൗൺ ആണ്, പിന്നെ പെൻടോണിക്കിൻ്റെ ഒരു പെന്നും, പിന്നെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു പെൻസിലും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് കേട്ടോ പകുതി ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും വീഡിയോ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഔട്ട്ലൈനൊക്കെ ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു A4 ഷീറ്റ് എടുക്കുക, അതിന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ, ഇങ്ങനെ ഞാൻ കാണിച്ച പോലെ. ശേഷം ബോബാന്ന് മുകളിൽ ഒന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ അടിയിൽ ബ്ലൈൻഡ് ബാഗ് എന്നൊന്ന് എഴുതണമായിരുന്നു, ഞാൻ മറന്നു ഏതാണ്. അപ്പോൾ അതൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്ന വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഞാൻ ഇപ്പോൾ കാണിച്ച പോലെയൊക്കെയാണ് വരയ്ക്കാറുള്ളത്. പിന്നെ അടിയിലൊരു ബബിൾ ടീ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ. അപ്പം ബോബാൻ്റെ ആണല്ലോ, അപ്പോൾ ബോബ വരയ്ക്കണ്ടേ എന്നുള്ള രീതിയിൽ വരച്ചതാണ്. എനിക്കിത് വരച്ചത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഞാൻ ആദ്യം ഒരു ബോബ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പിന്നെ ബോബാസ് കളർ അടിക്കാൻ വേണ്ടി ഞാൻ ഡോംസിൻ്റെ തന്നെ കളർ പെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ബോബാസൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോബാസെല്ലാം കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു ട്രാൻസിഷൻ കാണാം. എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ബില്ലോ. ചെറുതായി ഒന്ന് ട്രൈ ചെയ്താണ്, പാളിപ്പോയെന്നുള്ള എനിക്കറിയില്ല. പിന്നെ കട്ട് ചെയ്യുന്ന പോർഷനിൽ ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ബോ വരച്ചു കൊടുക്കും കേട്ടോ. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിൽ യു ഗെറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ റെയർ, എപ്പിക്, ലെജൻഡറി അങ്ങനെ പറയില്ലേ, ആ സംഭവമാണ്. അതിന് പിന്നിലുള്ള സയൻസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ, എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റെയറിന് പിങ്കാണ്, കോമണ് ലാവൻഡറാണ്, എപ്പിക്കിന് ബ്രൗൺ ആണ്, ആൻഡ് ലെജൻഡറിക്ക് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ എപ്പിക്കാണ് അധികവും ചെയ്യാറുള്ളത്. പിന്നെ ഇതിലും ബ്രൗൺ ആയതുകൊണ്ട് ഞാൻ ബ്രൗൺ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സെലോ ടാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അലമ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സെലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പെൻപാലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സെലോ ടാപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ശേഷം ഒരു സ്ക്വിഷി എടുത്തിട്ടുണ്ട്. സ്ക്വിഷി ഉണ്ടാക്കുന്ന വീഡിയോ എന്താ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമയം കണ്ടല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് ചെറിയൊരു ASMR കാണാം. അപ്പോൾ ASMR എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം. അപ്പോൾ സ്ക്വിഷി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം നന്നായി ലേറ്റായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ക്വിഷി ഇടാനുള്ള ബാഗ് ഉണ്ടാക്കണമല്ലോ, അപ്പം നേരത്തെ പോലെ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കും പിന്നെ ലൈൻസൊക്കെ ഒന്ന് വരച്ചിട്ട് സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക, ഒരു ബാഗ് പോലെ ആക്കി എടുക്കുക. അതിനുശേഷം അതിൽ നമുക്ക് സ്ക്വിഷി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ക്വിഷി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി യു ഗോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ എഴുതുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കുക. ലെജൻഡറി, എപ്പിക്, റെയർ, കോമൺ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചിട്ട് വരണ്ട. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ എപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോബൻ്റെ ബാഗിലോട്ടേക്ക് നമുക്ക് സ്ക്വിഷി ഇട്ട് കൊടുക്കുക. പിന്നെ യു ഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ പേപ്പറില്ല, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സെലോ ടാപ്പ് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഗ്ലൂ എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.